ഹായ്, വാസ്തുഗ്രഹത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. നമ്മൾ വിഷുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പറഞ്ഞു വരുന്ന സമൃദ്ധി അല്ലെങ്കിൽ പ്രോസ്പെറിറ്റി എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റിയാണ് പറയുന്നത്. പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് മണി മാത്രമാണോ? മണി മാത്രമല്ല ഡെഫിനറ്റ്ലി. ബട്ട് മണി അല്ലെങ്കിൽ പൈസ എന്ന് പറയുന്ന ധനം എന്ന് പറയുന്നത് പ്രോസ്പെറിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ പറയുന്നതുകൊണ്ട് ഇന്നത്തെ വിഷുവിൽ നിങ്ങൾക്ക് തരാൻ പോകുന്ന ചില ടിപ്സ്, മണി എങ്ങനെ കറക്റ്റായിട്ട് വീട്ടിൽ ബാലൻസ് ചെയ്ത് നിർത്തുക. ബാലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് വരവ് കൂടുകയും ചിലവ് കുറയുകയും നമ്മുടെ വീട്ടിൽ പൈസ നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ. അതാണ് ബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് വാസ്തു നിർദ്ദേശങ്ങളുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില വാസ്തു നിർദ്ദേശങ്ങൾ പറയട്ടെ. ഒന്ന്, വീടിൻ്റെ 4 മൂലകളും കൃത്യമായി ഡിഫൈൻഡ് ആയിരിക്കണം. ദാറ്റ് മീൻസ് നമുക്ക് ഒരു കാരണവശാലും ഈ 4 മൂലയിൽ ഈ പ്രൊജക്ഷൻസ് വരാതിരിക്കാൻ നോക്കുക. പ്രത്യേകിച്ച് കന്നിമൂല ഭാഗത്തൊന്നും ഒരു കാരണവശാലും പ്രൊജക്ഷൻസ് ഉണ്ടാവരുത്. 4 മൂലയും കൃത്യമായി 90 ഡിഗ്രിയിൽ ബാലൻസ് ചെയ്ത് വയ്ക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ സൗത്ത് ഈസ്റ്റാണ് ക്യാഷ് ഫ്ലോയെ സൂചിപ്പിക്കുന്നത്, നോർത്താണ് ക്യാഷ് നിൽക്കുന്നതിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഉള്ളതുകൊണ്ട് നമ്മൾ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് കിച്ചൺ വരാൻ തന്നെ ശ്രദ്ധിക്കുക. അത് ക്യാഷ് ഫ്ലോ വീട്ടിലെ ക്യാഷ് ഫ്ലോ കൂട്ടുന്ന ഒരു കാര്യമാണ് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത്. ഇപ്പോൾ എല്ലാവരും ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഈ സൗത്ത് ഈസ്റ്റിൽ തന്നെയാണ് എപ്പോഴും കിച്ചൺ ആഗ്രഹിക്കുന്നതും പറയുന്നതും. പക്ഷേ ചില ആളുകൾ ഇപ്പോഴും നോർത്ത് ഈസ്റ്റ് വേണമെന്നും അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും നല്ല പൊസിഷൻ മണി ബാലൻസ് അല്ലെങ്കിൽ മണി ക്യാഷ് ഫ്ലോ വേണമെന്നുണ്ടെങ്കിൽ സൗത്ത് ഈസ്റ്റിൽ തന്നെ കിച്ചൺ കൊണ്ടുവരിക. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മുടെ ഓപ്പണിങ്സിൻ്റെ എണ്ണം ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഓപ്പണിങ്സിൻ്റെ എണ്ണം എപ്പോഴും നോർത്ത് വടക്ക് ഭാഗത്തെ ഓപ്പണിംഗ് ഈ തെക്ക് ഭാഗത്തെ ഓപ്പണിങ്ങിനേക്കാളും കൂടുതലായിരിക്കണം. അറ്റ്ലീസ്റ്റ് 2 മടങ്ങെങ്കിലും ആയിരിക്കണം. ഉദാഹരണത്തിന് തെക്ക് ഭാഗത്ത് നിങ്ങൾ 2 വിൻഡോയോ ഡോറോ കൊടുത്തിട്ടുണ്ടെങ്കിൽ 4 വിൻഡോയോ ഡോറോ നോർത്തിൽ കൊടുക്കുക. അതുപോലെ തന്നെയാണ് പടിഞ്ഞാറ് ഭാഗത്തെ ഓപ്പണിങ്സിൻ്റെ എണ്ണത്തിനേക്കാളും 2 മടങ്ങെങ്കിലും കാണണം കിഴക്ക് ഭാഗത്തെ ഓപ്പണിങ്സിൻ്റെ എണ്ണം. ഇങ്ങനെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് ധനവരവ് കൂടുകയും ധനം നിൽക്കുകയും ചെയ്യും. കന്നിമൂല ഒരു കാരണവശാലും തുറന്നു കിടക്കാൻ പാടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നാലാമത് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കന്നിമൂല ഒരു കാരണവശാലും തുറന്നു കിടക്കാൻ പാടില്ല. അതുപോലെ തന്നെ താഴ്ന്നു കിടക്കാനും പാടില്ല. അപ്പോൾ നമ്മൾ അതിനുകൊണ്ട് ചെയ്യേണ്ടത് കന്നിമൂല ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ പോർഷനാക്കി മാറ്റാനായിട്ട് കന്നിമൂല ഏറ്റവും ഉയരത്തിൽ കൊടുക്കുക. എലിവേഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ പോലും കന്നിമൂല ഭാഗം, മുകളിലത്തെ കന്നിമൂല മുറി 2ാം നിലയാണെങ്കിൽ മുകളിലത്തെ അല്ലെങ്കിൽ ഒരു നിലയാണെങ്കിൽ കന്നിമൂല ഭാഗം കൃത്യമായി ഊട്ടി നല്ല ഒരു എലിവേഷൻ ചെയ്യാൻ ശ്രമിക്കും. ഇത്രയും ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് കാശ് നല്ല രീതിയിൽ പണത്തിൻ്റെ വരവ് കൺട്രോൾ ചെയ്യാനും പറ്റും, ചിലവ് കുറയ്ക്കാനും പറ്റും, വീട്ടിൽ പൈസ നിർത്താനും പറ്റും. ഈ വിഷുദിനത്തിൽ എനിക്ക് നിങ്ങളോട് മറ്റൊരു സന്തോഷ വാർത്ത ഷെയർ ചെയ്യാനുണ്ട്. വാസ്തുഗ്രഹത്തിൻ്റെ 6ാമത്തെ വാസ്തു ഓൺലൈൻ കോഴ്സ്. അതിന് മുമ്പ് 6ാമത്തെ ബാച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ 5 ബാച്ചുകൾ നടന്ന് ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ അവരെല്ലാം പുറത്തിറങ്ങിയിട്ടുണ്ട്. അവരെല്ലാം ചിലർ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ചിലർ വാസ്തു വളരെ രീതിയിൽ മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട് അറിയുന്നു. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വാസ്തു പഠിക്കാനോ വാസ്തുവിലൂടെ മറ്റുള്ള ആൾക്കാരെ സഹായിക്കാനോ നമ്മൾ ആ ഒരു മെൻറ്റാലിറ്റിയോട് കൂടണം വാസ്തു പഠിക്കാൻ. വാസ്തു പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊരു സഹായമായിട്ടാണ് നമ്മളത് മാറ്റേണ്ടത്. സഹായിക്കാൻ ആ രീതിയിൽ വാസ്തു പഠിക്കാനും അറിയാനും ഈ ശാസ്ത്രത്തെ, ഈ വളരെ ദൈവികമായിട്ടുള്ള ഈ ശാസ്ത്രത്തെ അടുത്തറിയാനും നിങ്ങൾക്ക് ഒരു അവസരമാണ് ഈ വാസ്തുഗ്രഹത്തിൻ്റെ കോഴ്സ്. ഞാൻ നേരിട്ട് തന്നെയാണ് ഈ കോഴ്സ് നടത്തുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക. ഒപ്പം തന്നെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 50 മണിക്കൂറാണ് ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. സർട്ടിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുള്ളവർ ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഈ നമ്പറിൽ ബന്ധപ്പെടുകയോ വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ നിങ്ങൾക്ക് ചെയ്യാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും വിഷു ആശംസിച്ചുകൊണ്ട് മറ്റൊരു നല്ല വീഡിയോയുമായി നിങ്ങൾ എത്തുന്നവരെ നന്ദി, നമസ്കാരം.